കോഴിക്കോടിന് മന്ത്രിയെ കിട്ടാത്തതിൽ തീരാത്ത കലിപ്പ്. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ ചൊല്ലി കോഴിക്കോട്ടെ പോര് അടങ്ങുന്നില്ല. UDF നേതൃത്വത്തിന്റെ തമ്മിലടിയും പാരവെപ്പും കൊണ്ടാണ് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതെന്നാണ് പ്രവർത്തകരുടെ അമർഷം. LDFിനെതിരെ വീറുറ്റ പോരാട്ടം നടത്തി 12 സീറ്റ് നേടിയ UDF ഇത്തവണ 2 മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന് കോൺഗ്രസിനും ഒന്ന് ലീഗിനും. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ അവസാന 2.5 വർഷം പാറയ്ക്കൽ അബ്ദുള്ളയെ പരിഗണിക്കാമെന്നത് മാത്രമാണ് ആശ്വാസം. കോൺഗ്രസിൽ നിന്നും KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പാർട്ടിയിലെ സീനിയോറിറ്റിയും സമുദായ സമവാക്യവും പരിഗണിച്ച് ജയന്ത് അവസാന നിമിഷം വരെ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിമാരെ പ്രഖ്യാപിച്ചപ്പോൾ പേരില്ലാതെ പോയത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ജില്ലയിലെ ചില നേതാക്കളുടെ ഇടപെടലാണ് കോഴിക്കോടിന്റെ അർഹമായ മന്ത്രിസ്ഥാനം തട്ടിമാറ്റിയതെന്നാണ് പ്രവർത്തകരുടെ അമർഷം. നേതാക്കളുടെ പേര് സഹിതം രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർന്നത്. മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ജില്ലയ്ക്ക് മന്ത്രിയെ ലഭിക്കാൻ കാര്യമായി ഇടപെട്ടില്ലെന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. മറ്റു ജില്ലകളിലെ നേതാക്കൾ ജില്ലയുടെ മന്ത്രിസ്ഥാനത്തിനായി പരസ്യമായി തന്നെ ഇറങ്ങി. എന്നാൽ ജില്ലയിൽ നിന്നും അത്തരമൊരു സമ്മർദ്ദം ഉണ്ടായില്ല. ജില്ലയിലെ സവിശേഷ സാഹചര്യം ആരും ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചില്ല. 25 വർഷമായി ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട്ട് പുതിയൊരു അധികാര കേന്ദ്രം വരുന്നതിൽ ചില നേതാക്കൾക്കുണ്ടായ അസ്വസ്ഥതയാണ് ഇടപെടാതിരിക്കാൻ കാരണമെന്നും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ വിമർശനം നിറയുന്നു. മുസ്ലിം ലീഗിൽ നിന്നും പാറയ്ക്കൽ അബ്ദുള്ളയും ഇതുപോലെ അവസാന നിമിഷം വരെ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ വെട്ടിപ്പോയി. അതോടെ ലീഗ് നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനമുണ്ട്. കോൺഗ്രസിൽ നിന്നും മന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പായതിനാൽ ജില്ലയിലെ മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിനു വേണ്ടി വേണ്ടത്ര ശ്രമിച്ചില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. പ്രതിഷേധം കനത്തതോടെയാണ് പാറയ്ക്കൽ അബ്ദുള്ളയുടെ പേര് അവസാന 2.5 വർഷത്തേക്ക് പ്രഖ്യാപിച്ച് ലീഗ് നേതൃത്വം രക്ഷപ്പെട്ടത്. അതേസമയം കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്ക് UDF മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉയർന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആസ്ഥാനമായ ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ UDFന് ഏതാണ്ട് വൻ വിജയം ലഭിച്ചിട്ടും ആ ജില്ലയെ ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്ത് രാത്രി മുഴുവൻ ഒട്ടിച്ച പോസ്റ്ററുകൾ. പാർട്ടി മത്സരിപ്പിച്ച 6 സ്ഥാനാർത്ഥികളും വിജയിച്ച കോഴിക്കോടിന്റെ അയോഗ്യത എന്താണ് എന്നൊരു പോസ്റ്റർ ചോദിച്ചു. ജില്ലയിലെ 13 സീറ്റുകളിൽ 12 എണ്ണത്തിലും RMPക്കൊപ്പം UDF വിജയിച്ചിരുന്നു. കോഴിക്കോട് നിന്നുള്ള നേതാക്കളെ മാറ്റി നിർത്തി KA അബ്ദുൾ ഗഫൂറിനെ തിരഞ്ഞെടുത്തതിനെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു പോസ്റ്റർ ഇങ്ങനെയാണ്: കോഴിക്കോട് മാറ്റി നിർത്താൻ ഗഫൂറിന് എന്ത് യോഗ്യതയാണുള്ളത്? കുറ്റ്യാടി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട പാറയ്ക്കൽ അബ്ദുള്ളയെ ആദ്യം മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഗഫൂറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചതിനെ തുടർന്ന് ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട്. മൂന്നാമത്തെ പോസ്റ്ററിൽ കോഴിക്കോട് പാർട്ടി റാലികൾ നടത്താൻ മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചു. ഇത്തവണ ലീഗ് ഏറ്റവും പ്രയാസകരമായ മന്ത്രി തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയി. തീവ്രമായ ലോബിയിങ്ങും അവസാന നിമിഷ മാറ്റങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഒടുവിൽ മലപ്പുറത്ത് നിന്നുമുള്ള 3 MLAമാർക്കും പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ MLAമാർക്കും മന്ത്രിസ്ഥാനം പാർട്ടി നൽകി. 2.5 വർഷത്തിന് ശേഷം അബ്ദുള്ളയ്ക്ക് മന്ത്രിയാകാൻ കഴിയുന്ന ഒരു അർദ്ധകാല റൊട്ടേഷൻ ക്രമീകരണം പാർട്ടി പിന്നീട് പ്രഖ്യാപിച്ചെങ്കിലും കേഡറിലെ ഒരു വിഭാഗം ഇപ്പോഴും അതൃപ്തരാണ്. കോഴിക്കോടിനെ ഒഴിവാക്കിയതിനെതിരെ പുറമേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു. മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോടാണ് IUMLന് ഏറ്റവും ശക്തമായ നിയമസഭാ സാന്നിധ്യമുള്ള ജില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 പാർട്ടി സ്ഥാനാർത്ഥികളും വിജയിച്ചു. കാസർഗോട്ടേക്കും ഈ അമർഷം വ്യാപിച്ചിരിക്കുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് എതിരാളിയായ AKM അഷ്റഫിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ BJP നേതാവ് K സുരേന്ദ്രൻ നിരാശ പ്രകടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ 29,252 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അഷ്റഫ് പരാജയപ്പെടുത്തിയത്. കാസർഗോഡ് മന്ത്രിസഭാ പ്രാതിനിധ്യം അർഹിക്കുന്നുണ്ടെന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ശത്രുക്കളല്ല, എതിരാളികൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ കാസർഗോഡ് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി മറ്റെല്ലാ മേഖലകളിലും കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും അവികസിതമായ ജില്ലയായി തുടർന്നു. അഷ്റഫിന് മന്ത്രിസ്ഥാനം നൽകാത്ത അങ്ങേയറ്റം വേദനാജനകമാണെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.